നമസ്കാരം. നിങ്ങൾ അറിഞ്ഞോ, പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. എന്തിനുള്ള പരിഹാരമാണെന്നല്ലേ? നമ്മുടെ നാട്ടിലെ റോഡുകൾക്കുള്ള മുഴുവൻ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും നാളും ഈ പരിഹാരം കാണുന്നവരൊക്കെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരേതോ പൊത്തിലങ്ങാണ്ട് പോയി സമാധി ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവർക്കൊക്കെ ബോധോദയം സംഭവിച്ചു. അതുകൊണ്ട് ഉടനെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. ആരാണ് ഇത് പറഞ്ഞതെന്നല്ലേ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. തന്നെ അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെ ഇവരെ അറിയുന്നത്. വളരെ നമ്മളെ നാട്ടിൽ അപകടങ്ങൾ വല്ലാതെ കൂടി വരികയാണ്. കഴിഞ്ഞ കുറേ ദിവസം എടുത്തു വെച്ചാൽ എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷേ വല്ലാത്ത അപകടങ്ങൾ, അതൊരു ചില അപ്രതീക്ഷിതമായ അപകടങ്ങൾ നമ്മൾ അന്ന് കണ്ടു. റോഡിൽ ഉറങ്ങിക്കിടന്നവരുടെ പുറത്തൂടെ വണ്ടി കയറുക, അത് കഴിഞ്ഞ ദിവസം റീൽസ് എടുത്തിട്ട് മരിക്കുക, അങ്ങനെ പല തരം മരണങ്ങളാണ്. അപ്പോൾ ഏതായാലും ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആയി തന്നെ നമ്മൾ സാധാരണ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുങ്ങി മരണമാണ് ഒരു വർഷത്തിൽ, അതിനേക്കാൾ കൂടുതൽ ആക്സിഡൻറ്റ് ഡെത്ത് വരികയാണ്. പക്ഷെ പല സ്ഥലത്തും ആക്സിഡൻറ്റ് കുറഞ്ഞെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരുപാട് ആക്സിഡൻറ്റും ഡെത്തും നമ്മൾ ഇവിടെ ഉണ്ടായ ആലപ്പുഴയിലുണ്ടായ അപകടം. എങ്ങനെയുണ്ട്? അടിപൊളി റിപ്ലൈ അല്ലേ? ഒന്നും അറിയത്തില്ല പാവത്തിന്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും റോഡ് അപകടങ്ങൾ കൂടുന്നതെന്ന് ഐഡിയേ ഇല്ല. റോഡ് അപകടങ്ങൾ പെരുകുന്നതിന് കാരണം അറിയാത്ത ഒരു ഗതാഗത വകുപ്പ് മന്ത്രി നമിച്ചു. ഇവിടെ മാത്രമേ കാണത്തുള്ളൂ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ. എന്നിട്ട് ലാസ്റ്റിൽ എല്ലാ തെറ്റും കൂടി ഡ്രൈവറുടെ മണ്ടയ്ക്കങ്ങ് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഡ്രൈവറുടെ മാത്രം തെറ്റല്ല, അവരുടെ മാത്രം പിടിപ്പുകേട് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ മാത്രം സംഭവിക്കുന്നതല്ല ഈ അപകടങ്ങൾ, വേറെയും ഉണ്ട്. ഈ ഡ്രൈവർമാരൊക്കെ തന്നെ നേരെ ചൊവ്വേ വണ്ടി ഓടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറേ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. ആ ഉദ്യോഗസ്ഥരുടെ മണ്ടയ്ക്കിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും അതും പോരാഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥരൊക്കെ നേരെ ചൊവ്വേ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജനങ്ങളെ കഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് കുറേ റെപ്രസെൻറ്റേറ്റീവ്സിനെ കൊണ്ടിരുത്തിയിട്ടുണ്ട് തലപ്പത്ത്. അവരുടെയും പിടിപ്പുകേട് കൊണ്ടാണ്. അതും പോരാത്തതിന് ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് കുറേ റോഡുകൾ പണിഞ്ഞിട്ടുണ്ടല്ലോ. അമേരിക്കൻ ടെക്നോളജിയൊക്കെ ഉള്ള അമേരിക്കയിൽ കാണുന്ന പോലത്തെ റോഡുകളാണ് ഇവിടെ കാണുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ റോഡുകളും അത്ര ശരിയല്ല. ഇതുകൊണ്ടൊക്കെയാണ് ഇവിടെ ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഈ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അറിയാം, പക്ഷെ മന്ത്രിക്ക് മാത്രം അറിയത്തില്ല. എന്നിട്ട് ഇപ്പം എല്ലാം കഴിഞ്ഞ് 4 പേരുടെ ജീവൻ, 4 പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ വന്നേക്കുക പരിഹാരം ഉണ്ടാക്കാൻ. നിങ്ങൾ ഉണ്ടാക്കിയെടുത്തോളം പരിഹാരം മതി. ഈ പരിഹാരം കൊണ്ട് തന്നെ ഇവിടെ പൊറുതി മുട്ടിയിരിക്കുക ജനങ്ങൾ.